എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. നാളെ എന്ന് പറയുമ്പോൾ ജൂൺ 25 പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admissions.kerala-university.ac.in/FYUGP 2025/index.php എന്നുള്ള ലിങ്ക് മുഖേന നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടത്. അതുപോലെ പാസ്വേഡോ അപ്ലിക്കേഷൻ നമ്പറോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൊടുത്ത നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് സെലക്ട് കാറ്റഗറി. അവിടെ സെലക്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോർഗോട്ട് അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ ഫോർഗോട്ട് പാസ്വേഡ് എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ എന്താണ് മറന്നു പോയത് അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ തിരികെ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാനായിട്ട് പോകുന്ന സമയത്ത്, അതായത് ഇനി നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ നാളെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാനുള്ള സമയം എന്ന് പറയുന്നത്, അതായത് ജൂൺ 25 നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂൺ 26, 27, 28, 30 തീയതികളായിട്ടാണ് നിങ്ങൾ കോളേജിൽ ഹാജരായി അഡ്മിഷൻ നേടേണ്ടത്. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ 1 അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയും ടെമ്പററി അഡ്മിഷൻ നേടുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് കിട്ടിയ കോളേജിലേക്ക് അല്ലെങ്കിൽ കോഴ്സിലേക്ക് നിർബന്ധമായിട്ട് മാറേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിലവിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജിലേക്ക് കിട്ടുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കാര്യം എന്നുള്ള കാര്യം ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അതായത് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഏതൊരു ഓപ്ഷനും അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും. എന്നാൽ ഇതുവരെ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ അവിടെ ഓൾറെഡി നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 8ാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥി ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ ഹയർ ഓപ്ഷൻസ് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഹയർ ഓപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ്റെ മുകളിൽ ബാക്കിയുള്ള ഓപ്ഷനുകളാണ്. ഇപ്പോൾ നിങ്ങളൊരു 20 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 8ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ 8ന് ശേഷമുള്ള 9 മുതൽ 20 വരെയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ടെമ്പററി അഡ്മിഷൻ നേടിയ ഒരു കോളേജിലാണ്, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ആദ്യം കിട്ടിയ സീറ്റ് തന്നെയാണ് ഉള്ളതെങ്കിൽ, നിങ്ങൾ ഓൾറെഡി അവിടെ ടെമ്പററി അഡ്മിഷനാണ് നേടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങളുടെ സീറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കുക. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളുടെ അഡ്മിഷൻ പെർമനൻ്റ് ആയിട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തിയ വിദ്യാർത്ഥികൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുന്ന സാഹചര്യത്തിൽ ആദ്യം കിട്ടിയ സീറ്റ് പോകുന്നതും അതുപോലെ തന്നെ പുതുതായിട്ട് കിട്ടുന്ന സീറ്റിന് താഴെ എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതുതായിട്ട് വേറൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് കിട്ടിയ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സമയത്ത് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ നിലവിൽ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്ത് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തുള്ളത് ഒരു സീറ്റിൽ തന്നെയായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. എന്നാൽ ഹയർ ഓപ്ഷൻസ് അവിടെ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നത് മാത്രമല്ല, അതുപോലെ തന്നെ പുതുതായിട്ട് കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടിയിട്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ കോളേജിലേക്ക് നിർബന്ധമായിട്ട് മാറേണ്ടതായിട്ട് വരുന്നതാണ്. കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളത് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആയിട്ട് കിട്ടിയതെന്ന് വിചാരിക്കാം. നിങ്ങളവിടെ ഒന്നുകിൽ ടെമ്പററി എടുത്തു അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അതിന് മുകളിൽ ബാക്കിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 1 മുതൽ ബാക്കിയുള്ള 4 വരെ, 1, 2, 3, 4, 5ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 1 മുതൽ 4 വരെ, 10ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ഒരു 1 മുതൽ 9 വരെ എന്നിങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. എന്നല്ല, ഹയർ ഓപ്ഷൻസ് അവിടെ ബാക്കിയുണ്ടാവും. അപ്പോൾ അങ്ങനെ ഹയർ ഓപ്ഷൻസ് ബാക്കിയുള്ള ഓപ്ഷനുകൾ നിങ്ങൾ അവിടെ നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടും. അപ്പോൾ അങ്ങനെ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റും അതുപോലെ തന്നെ പുതുതായിട്ട് കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള ബാക്കിയുള്ള ഏതെങ്കിലും ഓപ്ഷൻസും ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും. പിന്നീട് പുതുതായിട്ട് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അവിടെ ആയിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. നിലവിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയോ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഹയർ ഓപ്ഷൻ നിലനിർത്തി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് അവിടെ നഷ്ടമാകുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടി. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയ കോളേജ് ആണെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് വിദ്യാർത്ഥികൾ എല്ലാവരും അതുവരെ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളും നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.